അപ്പം non-zero elements of K form a multiplicative group of order p raised to n minus 1, and every element of K is a 0 f of x is raised to p raised to n minus 6. So K must be a splitting field of 4. അപ്പോൾ എല്ലാവരും കെയിലുള്ള എല്ലാവരും എക്സ് റേസ് ടു പി റേസ് ടു മൈനസ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കെ എന്ന് പറയുന്നത് എന്തായിരുന്നു? സോ കെ, അതായത് എല്ലാവരും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എത്ര സീറോസാണ് ഉള്ളത്? പി റേസ് ടു എൻ സീറോസ് ആണുള്ളത്. കെയിലുള്ള പി റേസ് ടു എൻ ആൾക്കാരും ഇതിൻ്റെ സീറോസുമാണ്. സോ കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. സീറോസ് എല്ലാം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ കെ മസ്റ്റ് ബി എ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഫോർ എഫ് ഓഫ് എക്സ് ഓർ ഇസഡ് പി. കെ സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്ന് കിട്ടി. ഇനി നമ്മൾ തിയറം 20.4 പഠിച്ചിട്ടുള്ളത് ഏത് രണ്ട് സ്പ്ലിറ്റിംഗ് ഫീൽഡുകളും ഐസോമോർഫിക് ആണെന്നാണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് ഐസോമോർഫിക് വി ആണ്. അപ്പോൾ എല്ലാ പി റേസ് ടു എൻ ഓർഡറുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐസോമോർഫിക് ആയിരിക്കും. അപ്പം അപ് ടു ഐസോമോർഫോ ഒരേ ഒരു ഫീൽഡേ ഫൈനൈറ്റ് ഫീൽഡേ ഉള്ളൂ പി റേസ് ടു എൻ ഓർഡർ വരുന്നത്. Note, since there is only one field for each prime power p raised to n, we denote it by gf of p raised to n. അപ്പോൾ നമുക്ക് ഓരോ പി റേസ് ടു എൻ ഓർഡറിനും ഒരേ ഒരു ഫൈനൈറ്റ് ഫീൽഡേ ഉള്ളെന്നല്ലേ പറഞ്ഞത്. അതിനെ നമ്മൾ ജി എഫ് ഓഫ് പി റേസ് ടു എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു ആൻഡ് കോൾ ഇറ്റ് ദ ഗാൽവ ഫീൽഡ് ഓഫ് ഓർഡർ പി റേസ് ടു എൻ. എന്നെ ഗാൽവ ഫീൽഡ് ഓഫ് ഓർഡർ പി റേസ് ടു എൻ എന്നാണ് വിളിക്കുന്നത്, ഗാൽവ ഫീൽഡ്. സ്ട്രക്ചർ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ്സ്. എന്താണ് ഈ ഫൈനൈറ്റ് ഫീൽഡിൻ്റെ സ്ട്രക്ചർ? തിയറം 22.2. ആസ് എ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ, GF of p raised to n is isomorphic to ZP direction, ZP direction, etc. direction ZP. Okay, group under addition GF of p raised to n isomorphic to ZP direction, ZP direction, etc. direction ZP ആണ്. As a group under multiplication, the n factors, the set of non-zero elements of GF of p raised to n is isomorphic to ZP raised to n minus 1. അഡിഷനിൽ ജി എഫ് ഓഫ് പി റേസ് ടു എൻ എന്ന് പറയുന്നത് ഇസഡ് പി ഡയറക്ഷൻ, ഇസഡ് പി ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ ഇസഡ് പിയുടെ ഐസോമോർഫിക് ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആസ് എ ഗ്രൂപ്പ് ഉണ്ട്. മൾട്ടിപ്ലിക്കേഷനിൽ സെറ്റ് ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആരോട് ഐസോമോർഫിക്കാണ്? ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഇസഡ് പി റേസ് ടു എൻ മൈനസ് വണ്ണോട് ഐസോമോർഫിക് ആയിരിക്കും. ജി എഫ് ഓഫ് പി റേസ് ടു എൻ ഹാസ് ക്യാരക്ടറിസ്റ്റിക് പി ബൈ തിയറം. നമുക്കറിയാം ജി എഫ് ഓഫ് പി റേസ് ടു എൻ അതൊരു പി ഓർഡർ വരുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അഡിറ്റീവ് ഓർഡർ പി വരുന്ന എലമെൻ്റ് ഉണ്ട്, അത് 1 ആണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണ്. ആൻഡ് എവരി നോൺ സീറോ എലമെൻറ്റ് ജി എഫ് ഓഫ് പി റേസ് ടു എൻ ഹാസ്. അപ്പം 1ൻ്റെ ഓർഡർ പി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് എലമെൻറ്റിനെയും പി ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. പി ഇൻറ്റു എന്ന് വന്നു കഴിഞ്ഞാൽ അത് 0 ആവും. ദെൻ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ് ജി എഫ് ഓഫ് പി റേസ് ടു എൻ. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റിൻ്റെയും അഡിറ്റീവ് ഓർഡർ പി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ എലമെൻറ്റിൻ്റെയും അഡിറ്റീവ് ഓർഡർ വരുന്ന പി റേസ് ടു എൻ ഓർഡർ മൊത്തത്തിൽ വരുന്ന ആ ഒരു അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഇസഡ് പി ഡയറക്ഷൻ, ഇസഡ് പി ഡയറക്ഷൻ, എക്സെട്രാ ഡയറക്ഷൻ ഇസഡ് പി ആണ്. അതിനകത്താണ് എല്ലാവരുടെയും ഓർഡർ പി വരുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ്സ് വെച്ചിട്ട് നമുക്ക് ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ 0 ഒഴികെയുള്ള ആൾക്കാരാണ് അതിനകത്ത് വരുന്നത്. ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാർ, ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാർ. ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് 0 ഒഴികെയുള്ള ബാക്കിയുള്ള എലമെൻറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാർ ഈസ് ഐസോമോർഫിക് ടു എ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദി ഫോം ഇസഡ് n1 ഡയറക്ഷൻ, ഇസഡ് n2 ഡയറക്ഷൻ, എക്സെട്രാ ഡയറക്ഷൻ ഇസഡ് nm. ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാർ ഈസ് ഐസോമോർഫിക്. അപ്പോൾ ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാറിൽ പി റേസ് ടു എൻ -1 എലമെൻറ്റ്സ് ആണുള്ളത്. പി റേസ് ടു എൻ -1നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഫാക്ടറൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിനെ അത് ഐസോമോർഫിക് ടു ഇസഡ് n1 ഡയറക്ഷൻ, ഇസഡ് n2 ഡയറക്ഷൻ, എക്സെട്രാ ഡയറക്ഷൻ ഇസഡ് nm എന്ന് എഴുതും. The orders of these components are pairwise relatively prime. Then from the corollary 1 of theorem 8.2 we get GF of p raised to n star is cyclic. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ജി എഫ് ഓഫ് പി റേസ് ടു എൻ സ്റ്റാറിനകത്തിൽ പി റേസ് ടു എൻ -1 എലമെൻറ്റ്സ് ഉണ്ട്. പി റേസ് ടു എൻ -1നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നു. ഫാക്ടറൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രൈംസിൻ്റെ പവറായിട്ട് നമ്മൾ എഴുതുമല്ലോ. പ്രൈംസിൻ്റെ പവറായിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യുന്നു?
നമുക്കറിയാം അതിനെ എങ്ങനെയാണ് ഡയറക്റ്റ് സമ്മായിട്ട് എഴുതേണ്ടതെന്ന് അറിയാമല്ലോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രൈംസ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ZN1 ഡയറക്ഷൻ, ZN2 ഡയറക്ഷൻ, ഡയറക്ഷൻ ZN ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ. ഇനി ഈ N1 N2 വെച്ചിട്ട് NM എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റയൊരു Z(P)(n-1) എന്ന് കിട്ടും. കാരണം ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? P(n-1) ആണല്ലോ. അതിനെയാണല്ലോ നമ്മൾ ഈ ഫാക്ടറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഹെൻസ് വി മേ അസ്യൂം ദാറ്റ് ദെയർ ഈസ് ആൻ ഇൻറ്റിജർ D greater than 1 that divides the orders of 2 of the components. ഓക്കെ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു നമുക്ക് D എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഉണ്ട്. അത് ഇതിനകത്തിൽ ഏതെങ്കിലും 2 പേരെ ഡിവൈഡ് ചെയ്യും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈം അല്ലാതാവുമല്ലോ. അപ്പോൾ അല്ല എന്ന് പറഞ്ഞ് എടുത്തിട്ട് കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ. ഫ്രം ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് വി നോ ദാറ്റ് ഈച്ച് ഓഫ് ദീസ് കമ്പോണൻറ്റ്സ് ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ D. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈച്ച് ഓഫ് ദീസ് കമ്പോണൻറ്റ്സ് ഹാസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ D. അപ്പം എന്ന് വെച്ചാൽ D ഓർഡർ വരുന്ന D കൊണ്ട് 2 കമ്പോണൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ തിയറം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും D കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കവിടെ D ഓർഡറുള്ള ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. D ഓർഡറുള്ള ഒരു എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദീസ് കമ്പോണൻസ് D ഓർഡറുള്ള എലമെൻറ്റ് കഴിഞ്ഞാൽ D ഓർഡർ വരുന്ന സബ് ഗ്രൂപ്പ് നമുക്ക് കിട്ടും അല്ലേ. D ഓർഡറുള്ള എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും വിത്ത് ഓർഡർ D ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് GF(P)(n) ഹാസ് 2 ഡിസ്റ്റിൻറ്റ് സബ് ഗ്രൂപ്പ്സ്. അപ്പോൾ നമുക്ക് D ഓർഡർ വരുന്ന 2 സബ് ഗ്രൂപ്പ് കിട്ടും. 2 കമ്പോണൻറ്റിനെ D വെച്ചാണല്ലോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡിസ്റ്റിൻറ്റ് സബ് ഗ്രൂപ്പ്സ് കിട്ടും. അതിനെ നമ്മൾ H എന്നും K എന്നും വിളിക്കുന്നു. ബട്ട് ദെൻ എവരി എലമെൻറ്റ് ഓഫ് H ആൻഡ് K ഈസ് എ 0 of x⁻⁻1. അപ്പം H ഉം K 2 ഡിഫറൻറ്റ് ഗ്രൂപ്പാണ്. ഇതിലുള്ള ആൾക്കാരുടെ ഓർഡർ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ D ആണ് ഗ്രൂപ്പിന് വരുന്നതെങ്കിൽ എല്ലാ എലമെൻറ്റ്സും അത് സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അതിലുള്ള മൊത്തം എലമെൻറ്റ്സും അത് സാറ്റിസ്ഫൈ ചെയ്യും. x⁻⁷ = 1 സാറ്റിസ്ഫൈ ചെയ്യും. ബട്ട് ദെൻ എവരി എലമെൻറ്റ് ഓഫ് H ആൻഡ് K ഈസ് എ 0 of x⁻⁻1. ഓക്കെ, which contradicts the fact that a polynomial of degree D over a field can have at most D zeros. So then every element of H and K is a 0 of x⁻⁻1. അപ്പോൾ Hലും Kയിലെ എല്ലാ ആൾക്കാരും x⁻⁻1 സാറ്റിസ്ഫൈ ചെയ്യും. which contradicts the fact that a polynomial of degree D over a field can have at most D zeros. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എച്ചിലുള്ളൊരു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കെയിലുള്ളൊരു സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ D എണ്ണത്തിൽ കൂടുതലായി അല്ലേ. H D ആൾക്കാരുണ്ട്, കെയിൽ D ആൾക്കാരുണ്ട്. അപ്പം ഡിയിൽ കൂടുതൽ സൊല്യൂഷൻസ് ഈ x⁻⁻1 കിട്ടും. അതൊരു കോൺട്രഡിക്ഷനാണ്. കാരണം x⁻⁻1 എന്ന് പറയുന്ന പോളിനോമിയലിന് എത്ര സീറോസേ മാക്സിമം വരും? D എണ്ണേ വരുള്ളൂ. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് ഇത് പെയർ വൈസ് റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൊണ്ട് ഇത് ഐസോമോർഫിക് ടു Z(P)(n-1) ആണ്. അത്രയേ ഉള്ളൂ. കൊറോളറി ഇൻഡെക്സ് ഓഫ് GF(P)(n) ഓവർ GF(P) = N. ആസ് എ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ GF(P)(n) സ്ട്രക്ചർ എന്ന് പറയുന്ന ഐസോമോർഫിക് ടു ZP ഡയറക്ഷൻ എക്സെട്ര ഡയറക്ഷൻ ZP ആൻഡ് GF(P) ഈസ് ഐസോമോർഫിക് ടു ZP and also because ZP direction എക്സെട്ര ഡയറക്ഷൻ ZP ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ZP വിത്ത് 1 0 0 എക്സെട്ര 0 1 0 എക്സെട്ര ഇങ്ങനെ പോയി 0 0 0 എക്സെട്ര 1 ആസ് എ ബേസിസ്. സിൻസ് ആസ് എ ഗ്രൂപ്പ് അണ്ടർ അഡിഷൻ GF(P)(n) isomorphic to ZP direction എക്സെട്ര ഡയറക്ഷൻ ZP and GF(P) is isomorphic to ZP. ആസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷനിൽ GF(P)(n) എന്ന് പറയുന്ന ഐസോമോർഫിക് ടു ആരാണ്? ZP ഡയറക്ഷൻ എക്സെട്ര ഡയറക്ഷൻ ZP ആണ്. ആൻഡ് അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അണ്ടർ അഡീഷനിൽ ഇത് ഐസോമോർഫിക്. എന്നാൽ എല്ലാത്തിൻ്റെ ഓർഡർ P വരും. എല്ലാത്തിൻ്റെ ഓർഡർ P വരുന്ന സ്ട്രക്ചർ ഇതാണ്. ഇനി GF(P) ഈസ് ഐസോമോർഫിക് ടു ZP ആണ്. അപ്പം നോക്കൂ, നമുക്ക് ഈ ZP
ഡയറക്റ്റ് സൺ സെറ്റ് പി ഡയറക്റ്റ് സൺ സെറ്റ് ഡയറക്റ്റ് സി സെറ്റ് പി അതിനെ ഒരു വെക്ടർ സ്പേസ് ആയിട്ട് കാണുകയാണ് ഓവർ സെറ്റ് പി. അങ്ങനെയാണെങ്കിൽ അതിൽ അതിൻ്റെ ബേസിസിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 0 0 0 1 0 0 എക്സെട്ര 0 0 0 എക്സെട്ര 1. എത്ര പേരുണ്ട്? n ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ സ്പേസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ബേസിസിൽ വരുന്ന ആൾക്കാരുടെ എണ്ണമാണ്. അതിവിടെ എന്നാണ് നമുക്ക് കിട്ടി. അടുത്ത കൊറോളറി ജി എഫ് ഓഫ് ഇറേഷൻ കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് ഓഫ് ഡിഗ്രി n. ജി എഫ് ഓഫ് ഇറേഷൻ കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് ഓഫ് ഡിഗ്രി n. ലെറ്റ് എ ബി എ ജനറേറ്റർ ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ഓഫ് ജി എഫ് ഓഫ് ഇറേഷൻ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ജി എഫ് ഓഫ് ഇറേഷൻ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഓർഡറാണ് കൺസിഡർ ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ജനറേറ്റർ ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ആണ്. ദെൻ എ ഈസ് ഓൾജിബ്രായിക് ഓവർ ജി എഫ് ഓഫ് പി ഓഫ് ഡിഗ്രി n. ദെൻ എ എന്ന് പറയുന്നത് ഓൾജിബ്രായിക് ആണ്. ദെൻ എ ഈസ് ഓൾജിബ്രായിക് ഓവർ ജി എഫ് ഓഫ് പി ഓഫ് ഡിഗ്രി n. അതെങ്ങനെയാണ്? എ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് നോൺ സീറോ ജി എഫ് ഓഫ് ഇറേഷൻ കൺസിഡർ ചെയ്യുക. അതിനകത്തിലെ നോൺ സീറോ എലമെൻസിൻ്റെ ജനറേറ്ററാണ് എ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഈസ് ഓൾജിബ്രായിക് ഓവർ ജി എഫ് ഓഫ് പി ഓഫ് ഡിഗ്രി n. കാരണം എ എന്ന് പറയുന്നത് നോൺ സീറോ എലമെൻസിൻ്റെ ജനറേറ്റർ ആണല്ലോ. അപ്പോൾ എ റേസ് ടു പി റേസ് ടു n മൈനസ് 1 എന്ന് ഈക്വൽ ടു 1 കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആരുടെ റൂട്ടാണ്? എക്സ് റേസ് ടു പി റേസ് ടു n മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ റൂട്ടാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഓൾജിബ്രായിക്കാണ്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കണം. ജി എഫ് പ്രൂഫിനകത്ത് ജി എഫ് ഓഫ് പി ഓഫ് എ ഓർ ജി എഫ് ഓഫ് പി ഇസ് ഈക്വൽ ടു ജി എഫ് ഓഫ് പി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എഫ് ഓഫ് പിനെയും എനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡ്. അതെന്ന് പറയുന്നത് അതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും? ജി എഫ് ഓഫ് പി എന്ന് പറഞ്ഞാൽ പി ഓർഡർ വരുന്ന ഫീൽഡാണ്. ആ ഫീൽഡിനകത്തിൽ 0 ഉൾപ്പെടെ പി എലമെൻറ്റ്സ് ഉണ്ട്. എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് നോൺ സീറോ എലമെൻറ്റ്സ് പി റേസ് ടു n മൈനസ് 1 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പി റേസ് ടു n മൈനസ് 1 എലമെൻറ്റ്സ് ഈ പി ഓർഡർ വരുന്ന പിന്നെ അതിനകത്തുനിന്ന് 0യും കൂടെ ചേരുമ്പോൾ എന്താവും? പി റേസ് ടു n എലമെൻറ്റ്സ് വരും. അപ്പോൾ ജി എഫ് ഓഫ് പി റേസ് ടു n ഓവർ ജി എഫ് ഓഫ് പി ഈക്വൽ ടു n എന്ന് കിട്ടും.